ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥിയായിരുന്നു റസ്മിൻ ബായ്. 73 ദിവസങ്ങളിൽ ഹൗസിൽ നിൽക്കാൻ റസ്മിന് സാധിച്ചിരുന്നു. റസ്മിൻ ഹൗസിലുണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായ കാര്യങ്ങളിലൊന്നാണ് റസ്മിൻ ലെസ്ബിയൻ ആണെന്നുള്ളതായിരുന്നു. ഒരിക്കൽ ഹൗസിൽ വെച്ച് ശ്രീധുവിനോട് തനിക്ക് ക്രഷ് ആണെന്ന് റസ്മിൻ പറഞ്ഞിരുന്നു. ഇതോടെയാണ് ഇത്തരം ചർച്ചകൾക്ക് ചൂട് പിടിച്ചത്. ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് റസ്മിൻ. മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം. പുറത്തു വന്നപ്പോൾ ഞാനും കേട്ടിരുന്നു. വീട്ടിലെ സംസാര വിഷയമുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച ക്രഷ് ഒരിക്കലും പ്രണയമായിരുന്നില്ല. ഒരാൾ കടന്നു പോകുമ്പോൾ കൊള്ളാലോ എന്ന് പറയാറില്ലേ, ഡ്രസ്സിങ് കൊള്ളാം എന്നൊക്കെ പറയാറില്ലേ, സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സംസാരം ഇഷ്ടപ്പെടാം, ആ രീതിയിലാണ് ക്രഷ് എന്ന് പറഞ്ഞത്. ശ്രീധുവിനോട് അങ്ങനെ തോന്നി പറയുകയും ചെയ്തു. അല്ലാതെ ക്രഷിന്റെ അർത്ഥം പ്രണയം എന്നല്ല. ഇവിടെ ഇങ്ങനെയൊക്കെയാണല്ലോ, അതായിരിക്കും ലെസ്ബിയൻ എന്ന നിലയ്ക്കുള്ള ചർച്ചയൊക്കെ ഉണ്ടായത്. അല്ലാതെ ഇതിനെക്കുറിച്ച് പ്രത്യേകം പറയാനില്ല. എനിക്ക് ആ സമയത്ത് ആ കുട്ടിയോട് അങ്ങനെ ഒരു ക്രഷ് തോന്നി, ഞാനത് പറഞ്ഞു. അല്ലാതെ അതിലൊരു തെറ്റും എനിക്ക് തോന്നിയില്ല. ബിഗ് ബോസ് ഒട്ടും സ്ക്രിപ്റ്റഡ് അല്ല. ഗെയിമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ മാത്രമാണ് തരുന്നത്. ഫേവറിസം അവിടെ നടക്കുന്നില്ല. ജിമി പറയുന്നത് വിശ്വസിക്കുന്നില്ല. ഫേവറിസം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അപ്സര പുറത്താകില്ലായിരുന്നു. നല്ല കണ്ടന്റുകൾ കൊടുക്കുന്ന, നന്നായി എന്റർടൈൻമെന്റ് കൊടുക്കുന്ന, ഡാൻസ്, പാട്ട് എന്നിങ്ങനെ നല്ല രീതിക്ക് കൊണ്ടുപോകുന്ന ആളാണ് അപ്സര. ഷോ നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നാണെങ്കിൽ അവർ അപ്സരയെ അവിടെ നിർത്തേണ്ടേ? നിർത്തിയില്ലല്ലോ. അപ്സരയും ഗബ്രിയും പുറത്തായത് അൺഫെയർ ആയി തോന്നിയിട്ടുണ്ട്. രണ്ടുപേരും നല്ല ഗെയിമേഴ്സ് ആണ്. ജാസ്മിനും ഗബ്രിയും തനിച്ച് മത്സരിച്ചിരുന്നെങ്കിൽ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു. അൻസിബ വലിയ ഗെയിമർ ആയിട്ട് തോന്നിയില്ല. അവിടെ നിന്ന് പോകാൻ അവർക്ക് കഴിയുന്നില്ലെന്ന് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. കൊടുക്കുന്ന ആളാണ് അൻസിബ. നേരത്തെ ഔട്ടാകേണ്ട ആളാണ് അൻസിബ. ഞാൻ ഇറങ്ങിയത് ഹാപ്പി ആയാണ്. ആരിൽ നിന്നും വലിയ വിമർശനം നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ എന്ത് നെഗറ്റീവ് ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ജാസ്മിനും ജിൻഡയ്ക്കും PR ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജെനുവിനായി പിന്തുണയ്ക്കുന്നവർ ഉണ്ട്, അല്ലാതെ PR ചെയ്യുന്നതും ഉണ്ട്. ജെനുവിനായി ഇഷ്ടപ്പെടുന്നവർ ഇറക്കുന്ന വീഡിയോയിൽ നിന്ന് മറ്റു മത്സരാർത്ഥികളെ കുറ്റം പറയില്ല എന്നാണ് റസ്മിൻ പറയുന്നത്.